അസ്സലാമലൈക്കും ഹായ് ഓൾ എല്ലാവർക്കും മൈമൂൺസ് കിച്ചണിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖാണെന്ന് വിചാരിക്കുന്നു. ഞാൻ സോഫി. അപ്പോൾ ഇന്നത്തെ നോമ്പ് തുറ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ കണ്ട പോലെ തന്നെ ഒരു സ്നാക്കും പിന്നെ നല്ല അടിപൊളിയായിട്ടുള്ള ഒറോട്ടിയും ബീഫ് കറിയുമാണ് ഉണ്ടാക്കിയത്. ഡ്രിങ്ക്സ് ആയിട്ട് ഗ്രേപ്പ് ലെമണേഡ് അല്ലെങ്കിൽ ഗ്രേപ്പ് സോഡ ഉണ്ടാക്കിയിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റാണ് എല്ലാം. പിന്നെ ഈ ഒരു സ്നാക്ക് നിങ്ങളിപ്പോൾ കണ്ട പോലെ തന്നെ നല്ല ക്രിസ്പിയാണ്, നല്ല ടേസ്റ്റിയാണ്. പെട്ടെന്നൊരു 10 മിനിറ്റ് മുമ്പ് വിചാരിച്ചിട്ട് ഒരു അരമണിക്കൂർ കൊണ്ട് ഉണ്ടാക്കിയ ഒരു സ്നാക്കാണ്. അപ്പം പെട്ടെന്ന് നോമ്പ് തുറക്കാനൊക്കെ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു റെസിപ്പി ഫോളോ ചെയ്യാം. പിന്നെ ഒറോട്ടീൻ്റെ കൂടെ എപ്പോഴും നല്ലൊരു കോമ്പിനേഷൻ എന്ന് പറയുന്നത് ബീഫ് കറിയാണ്. നല്ല വറുത്തരച്ചിട്ടുള്ള ബീഫ് കറിയാണ് ഞാൻ ഉണ്ടാക്കിയത്. ഇതിൽ തേങ്ങയൊന്നും ചേർക്കാണ്ട് വറുത്തരച്ചതാണ്. മസാലക്കൂട്ടുകൾ വറുത്തരച്ചിട്ടുണ്ടാക്കിയതാണ്. ഒറോട്ടീൻ്റെ തന്നെ കുറേ വീഡിയോസ് ഞാൻ ഇതിന് മുമ്പ് കാണിച്ചതാണ് ഈ ചാനലിൽ തന്നെ. അപ്പോൾ എല്ലാവരും ഒന്ന് ആ ലിങ്ക് നോക്കിയിട്ട് വീട്ടിലുണ്ടാക്കി നോക്ക്. നല്ല തടിയായിട്ടുള്ള ടയർ വത്തിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ നേർമയായിട്ടുള്ള ചെറിയ സൈസിലുള്ളത് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്ക്. അപ്പോൾ ഇന്നലെ രാവിലെ തന്നെ ഉള്ള പണിയാണിത്. കാശ്മീരി റെഡ് ചില്ലിയാണ് വാങ്ങിയത്. ഇനിയിപ്പം നന്നായിട്ട് കഴുകിയിട്ട് ഉണക്കിയെടുത്തത്. അത് നെട്ടൊക്കെ ഒന്ന് കളഞ്ഞിട്ട് പൊടിപ്പിക്കാനായിട്ട് കൊടുക്കണം. അപ്പോൾ ഇന്നലെ നോക്കുമ്പോൾ ഫുൾ ടൈം കറണ്ടില്ല. രാവിലെ പോയിട്ട് വൈകുന്നേരമായി കറണ്ട് വരാൻ. പിന്നെ ഇന്നാണെങ്കിൽ ഇപ്പം ലോക്ക്ഡൗൺ അല്ലേ. ഇനിയിപ്പം നാളെ മൺഡേ നോക്കിയിട്ട് ഇത് പൊടിപ്പിക്കാനായിട്ട് കൊടുക്കണം. അപ്പോൾ എല്ലാം ക്ലിയറാക്കി വെച്ചിട്ട് കവറിലിട്ട് വെച്ചിട്ടുണ്ട്. മുളകും അതുപോലെ തന്നെ മഞ്ഞളും. ഇനിയിപ്പം അത് നാളെ നോക്കിയിട്ട് പൊടിപ്പിക്കാം. അപ്പോൾ ഇതിനിപ്പം ബീഫ് കറി ഉണ്ടാക്കാനാണ് പോകുന്നത്. ആദ്യം ഒന്ന് പൊടികളൊക്കെ ഒന്ന് വറുത്തെടുത്തിട്ട് അതൊന്ന് പൗഡറാക്കി എടുത്തതിന് ശേഷം പിന്നെ ബീഫിലേക്ക് ഇട്ടിട്ട് വേവിച്ചെടുക്കുക. അല്ലാണ്ട് വറുക്കാണ്ടാണ് നമ്മൾ അധികവും ചെയ്യുക. ഇടയ്ക്ക് ഇങ്ങനെ വറുത്തിട്ട് ചെയ്യും. അതാകുമ്പം കൂടുതലും ടേസ്റ്റ് ആയിരിക്കും. എപ്പോഴും ഒരേ ടേസ്റ്റിനെക്കാട്ടിലും ഒന്നിങ്ങനെ മാറ്റി പിടിക്കണമല്ലോ. അപ്പോൾ ഞാനിപ്പോൾ ഒരു പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയും 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് കുരുമുളക് പൊടി 1 ടേബിൾ സ്പൂണൊക്കെ കുരുമുളക് പൊടി ഇപ്പോൾ ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ ഗരം മസാല പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പൊടിക്ക് പകരം നമുക്ക് ഗ്രാമ്പൂ, ഏലക്ക, പട്ട അങ്ങനെയുള്ള സ്പൈസസ് ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടെ ഒന്ന് മിക്സാക്കിയിട്ട് ഞാനിപ്പോൾ ഒന്ന് പൊടിച്ചെടുക്കും. പിന്നെ 1 ടീസ്പൂണോളം വലിയ ജീരകവും കൂടെ ഇട്ട് കൊടുത്തിട്ട് എല്ലാം കൂടെ നന്നായി ഒന്നങ്ങ് മിക്സാക്കി എടുക്കണം. ഒന്നങ്ങ് റോസ്റ്റ് ചെയ്തെടുക്കാം. ഏറ്റവും ലോ ഫ്ലെയിമിൽ റോസ്റ്റ് ചെയ്തെടുക്കാം. പിന്നെ ഈ പൊടികൾക്ക് പകരം നമുക്ക് ആ ഒരു ഹോൾ സീഡ് എടുക്കാം. മല്ലി എടുക്കുക, അതുപോലെ കാശ്മീരി റെഡ് ചില്ലി എടുക്കുക, അങ്ങനെയുള്ളതൊക്കെ എടുക്കുക. ഞാനിപ്പം എനിക്കൊരു ഈസിയും കൂടിയാണ് പൊടികൾ എടുക്കുമ്പം, അതുകൊണ്ട് അങ്ങനെ എടുത്തതാണ്. എല്ലാം കൂടെ ഏറ്റവും ചെറിയ ഫ്ലെയിം വെച്ചിട്ട് നന്നായിട്ട് അങ്ങ് വറുത്തെടുക്കണം. അത്യാവശ്യം നല്ല മണവും കളറൊക്കെ ഒന്ന് മാറി വന്നു എന്ന് കണ്ട ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യുക. പിന്നെ ഒരുപാട് കരിഞ്ഞു പോകാനാക്കണ്ട. ഞാൻ പിന്നെ ഇങ്ങനെയുള്ള പൊടികൾ ആവശ്യത്തിന് മാത്രമേ പൊടിച്ച് വെക്കുകയുള്ളൂ. അന്നേരം അതിൻ്റെ ആ ഒരു മണവും ഒക്കെ കിട്ടും. അല്ലാണ്ട് ഇങ്ങനെ പൊടിച്ച് വെച്ച് ഡബയിലിട്ട് കഴിഞ്ഞാൽ മണമൊക്കെ അങ്ങനെ അങ്ങ് കുറേ ദിവസം കഴിഞ്ഞാൽ പോവും. അപ്പോൾ ഇതിപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫാക്കി വെച്ചിട്ടുണ്ട്. പൊടികളൊക്കെ അത്യാവശ്യം നല്ല മണമൊക്കെ വന്നിട്ടുണ്ട്, കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് ആ ചൂടിൽ തന്നെ ഞാൻ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. മഞ്ഞൾപ്പൊടി റോസ്റ്റ് ചെയ്യുന്ന സമയത്ത് ചേർക്കണം എന്നില്ല. ഈ ഒരു ചൂടിൽ അങ്ങനെ അങ്ങ് ആയി വന്നോളും. പിന്നെ എൻ്റെ അടുത്ത് ചേർക്കാൻ വിട്ടുപോയ ഒരു കാര്യമുണ്ട്. വറുക്കുന്ന സമയത്ത് തന്നെ കുറച്ച് ഉലുവ അങ്ങ് ചേർത്ത് കൊടുക്കണം. ഇനിയിപ്പോൾ ഉലുവ പൊടിയാണെങ്കിൽ പൊടി ചേർത്ത് കൊടുത്താൽ മതി. ഞാനിപ്പോൾ ഒരു 1/2 ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇപ്പം. എന്നിട്ട് ആ ചൂടിലങ്ങ് കിടന്നിട്ട് അങ്ങ് റോസ്റ്റ് ആയിക്കോളും. എല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് അങ്ങ് ചൂടാറി വന്നു കഴിഞ്ഞാൽ ഇതൊന്ന് മിക്സിയിലിട്ടിട്ടൊന്ന് പൊടിച്ചെടുക്കണം. അപ്പം ഞാനിപ്പോൾ ഇത് മിക്സീൻ്റെ ജാറിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിപ്പോൾ വെള്ളമൊന്നും ചേർക്കാണ്ട് ജസ്റ്റ് പൗഡറാക്കി എടുത്താൽ മതി. ഇതായപ്പോൾ അങ്ങനെ പൗഡറാക്കി എടുത്തിട്ടുണ്ട്. ഇതിനിപ്പം കുറച്ച് നമ്മൾ ബീഫിലേക്ക് ഇട്ടിട്ട് ആദ്യം ഒന്ന് ബീഫ് വേവിച്ചെടുക്കണം. പിന്നെ ബാക്കി മസാലയൊക്കെ തൂങ്ങിക്കുന്ന സമയത്ത് കുറച്ച് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതാ ബീഫ് വേവിക്കാനായിട്ട് കുറച്ച് ഉള്ളിയും പച്ചമുളകും എടുത്ത് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഓൾറെഡി അരിഞ്ഞ് വെച്ചതാണ്. പിന്നെ ഇനി വേണ്ടത് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയാണ്. അപ്പോൾ ഒരു 5-6 അല്ലി വെളുത്തുള്ളിയും ചെറിയ കഷ്ണം ഇഞ്ചിയും. ഇഞ്ചി ബീഫ് ആയതുകൊണ്ട് തന്നെ കുറച്ച് കൂടുതൽ ഇട്ട് കൊടുത്താൽ കുഴപ്പമില്ല, നല്ലതാണ്. അപ്പം ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. ഒരുപാട് അങ്ങ് ചതച്ച് പേസ്റ്റ് പോലെയൊന്നും ആക്കുന്നില്ല, ജസ്റ്റ് ചതച്ചെടുക്കുന്നേ ഉള്ളൂ.
ഇതിപ്പം കഴുകി ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ള ബീഫാണ്, എല്ലാം കൊട്ടോട് കൂടിയിട്ടുള്ള ബീഫാണ്. അത് ഞാനിപ്പോൾ ഒരു കുക്കറിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ആദ്യം ഒന്ന് വേവിച്ചെടുക്കണം. അപ്പം കുക്കറിലാകുമ്പോൾ പെട്ടെന്ന് വെന്ത് കിട്ടും. അതല്ല പാത്രത്തിലാണെങ്കിൽ അങ്ങനെ ചെയ്യാം, കുറച്ചധികം സമയം എടുക്കണമെന്നേ ഉള്ളൂ. കുക്കറിലേക്ക് ബീഫ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ചതച്ച് വെച്ചിട്ടുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയും അങ്ങ് ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് ഉള്ളിയും പച്ചമുളകും അരിഞ്ഞത് അങ്ങ് ഇട്ട് കൊടുക്കണം. അപ്പോൾ ഓൾറെഡി അരിഞ്ഞ് നുറുക്കി വെച്ചത് കൊണ്ട് അത് ഞാനിപ്പം ഫ്രിഡ്ജിൽ നിന്ന് എടുത്തതാണ്. അതല്ലെങ്കിൽ നമുക്ക് നീളത്തിൽ അരിഞ്ഞിട്ടുള്ളത് ഇട്ട് കൊടുത്താലും മതി. ഒരു പച്ചമുളകും ഒരു പകുതിയോളം സവാളയുമാണ് ഞാനിപ്പോൾ ഇട്ട് കൊടുത്തത്. പിന്നെ ഇതിലേക്ക് നമ്മൾ പൊടിച്ചു വെച്ചിട്ടുള്ള ആ പൊടി ഉണ്ടല്ലോ, അതൊരു 2-3 ടേബിൾ സ്പൂൺ മാറ്റി വെച്ചിട്ട് ബാക്കി മുഴുവൻ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് നന്നായി കൈകൊണ്ട് അങ്ങ് കുഴച്ചെടുക്കണം. ഈ ബീഫിലേക്ക് ആ മസാലയും ഉള്ളിയും ഒക്കെ നന്നായിട്ടൊന്നങ്ങ് ഞമണ്ടി കുഴച്ചെടുത്ത് കഴിഞ്ഞാൽ ആ ഒരു ഇതൊക്കെ ബീഫിലങ്ങ് പിടിച്ചോളും. പിന്നെ ഞാനിപ്പോൾ ഇതിലേക്ക് 2 മീഡിയം വലിപ്പത്തിലുള്ള തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ടിട്ട് നന്നായി ഒന്നങ്ങ് കുഴച്ചെടുക്കാം. ആ തക്കാളീൻ്റെയൊക്കെ നീരൊന്ന് പുറത്തേക്ക് ഇറങ്ങിക്കോട്ടെ, അതിന് കണക്കായിട്ട് തന്നെ നന്നായിട്ടൊന്ന് പിഴിഞ്ഞ് കുഴച്ചെടുക്കണം. എന്നിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഫ്ലെയിം ഓണാക്കിയിട്ട് ഞാനിപ്പോൾ ഒന്ന് ജസ്റ്റ് കുക്കറിൻ്റെ മൂടി വിസിലൊന്നും ഇടാണ്ട് അടച്ച് വെക്കുന്നുണ്ട്. ഇതിൽ നിന്ന് ആ ഒരു വെള്ളം ഇറങ്ങിയിട്ട് ആ വെള്ളം ഒന്ന് ബീഫിലൊക്കെ പിടിച്ചൊന്ന് വറ്റി വന്നതിന് ശേഷം പിന്നെ നമുക്ക് കുറച്ച് വെള്ളം ഇട്ടിട്ട് വേവിച്ചെടുക്കാം. ഇപ്പോൾ കണ്ടോ, ഒരു 3 മിനിറ്റൊക്കെ ആയിട്ടുണ്ടാവുള്ളൂ. നമ്മുടെ ബീഫിൽ നിന്നൊക്കെ കുറച്ച് വെള്ളം ഇറങ്ങിയിട്ടുണ്ട്. ആ തക്കാളിയിൽ നിന്നും ഉള്ളിയിൽ നിന്നൊക്കെ വെള്ളം ഇറങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ആ വെള്ളത്തിൽ കടന്നിട്ട് ബീഫ് ഒന്ന് കുരുണ്ട് വന്നതിന് ശേഷം പിന്നെ നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പം ഞാനിപ്പോൾ ഒരു ഗ്ലാസ് വെള്ളം അങ്ങ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എല്ലാം കൂടെ നന്നായി മിക്സാക്കിയിട്ട് ഇനി ഇത് അടച്ചിട്ട് ബീഫ് വേവുന്നത് എത്രയാണോ ആ ഒരു സമയം വരെ അങ്ങ് വേവിച്ചെടുക്കാം. അപ്പോൾ അതിനിടയ്ക്ക് ഉമ്മ ഇതാ ഒറോട്ടി ചുട്ടെടുക്കുന്നുണ്ട്. ഉമ്മ ചുടുമ്പോൾ പിന്നെ ഇങ്ങനെയേ ചുടുള്ളൂ, വാഴയിലൊക്കെ പരത്തിയിട്ട് അങ്ങനെയേ ചുടുള്ളൂ. അതും കുറച്ച് വലിയ സൈസിൽ കുറച്ച് തടിയൊക്കെ വെച്ചിട്ടാണ് ചുട്ടെടുക്കാൻ. അപ്പം ഞാനൊക്കെ ആകുമ്പം ഈസി പണിക്ക് വേണ്ടിയിട്ട് ചെറിയ ചെറിയ സൈസിൽ ഒരു 5 ഒരുമിച്ചിട്ടിട്ട് അങ്ങനെയൊക്കെയാണ് ചുടാൻ. ഉമ്മ പിന്നെ ഇങ്ങനെയേ ചുടും. അത് പണ്ടേ ഉള്ള ഒരു ശീലമാണ്. വാഴയിലയിൽ വാടി വരുന്നേരത്തെ ആ ഒരു മണവും പിന്നെ ആ ഒരു കുറേ സമയം എടുത്തിട്ട് വേവുന്നതിൻ്റെ ആ ഒരു ടേസ്റ്റും ഒക്കെ ഈ ഒറോട്ടിയിൽ ഉണ്ടാവും. പിന്നെ എന്തായാലും ഒബ്വിയസ്ലി ഉമ്മ ചുടുന്നതിൻ്റെ ടേസ്റ്റ് വേറെ തന്നെയായിരിക്കും. അപ്പോൾ ഇതാ നന്നായിട്ട് ചുട്ടെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ ചുട്ടെടുത്ത ഒറോട്ടി ഒന്ന് തേങ്ങാപ്പാലിൽ മുക്കിയിട്ട് കുറച്ച് നല്ല നെയ്യൊക്കെ ഒന്ന് പുരട്ടി കൊടുത്തു കഴിഞ്ഞാൽ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. ഇതിങ്ങനെ കാണുമ്പോൾ നല്ല തടിയും ഭയങ്കര റഫ് ആൻഡ് ടഫ് പോലെ തോന്നും, പക്ഷേ ഉൾഭാഗത്ത് നല്ല സോഫ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇത് ചുട്ടെടുത്തതിന് ശേഷം കുറച്ച് തേങ്ങാപ്പാലൊക്കെ മുക്കിയിട്ട് അതിൽ കുറച്ച് നല്ല നെയ്യൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതാണ് അടിപൊളി ഒറോട്ടി എന്ന് പറയുന്നത്. ഞാനൊക്കെ ചുടുന്നത് ലോക്കലാണ്. അപ്പോൾ ഒറോട്ടി പിന്നെ അങ്ങനെ ചുട്ടെടുത്ത് വെച്ചിട്ടുണ്ട്. ഓൾറെഡി കുറേ വീഡിയോസ് ഉണ്ട് ടയർ പത്തരിൻ്റെയും ചെറുതായിട്ട് ചുടുന്നതിൻ്റെതൊക്കെ. ആ വീഡിയോ ലിങ്ക് ഞാൻ കൊടുക്കാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ, എല്ലാവരും വീഡിയോ കാണണേ. അങ്ങനെ പിന്നെ ഒറോട്ടിയൊക്കെ അവിടെ ചുട്ടെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഒരു സ്നാക്ക് ഉണ്ടാക്കണം, വേറെന്തോ ഉണ്ടാക്കണം എന്നൊക്കെ വിചാരിച്ചിരുന്നതാണ്. അപ്പം പിന്നെ അത് നടക്കൂല, എന്തായാലും കറണ്ടൊക്കെ വന്നിട്ട് ചെയ്യാമെന്ന് വെച്ചാൽ. അപ്പോൾ പിന്നെ പെട്ടെന്നൊരു സ്നാക്ക് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് ഉണ്ടാക്കി തുടങ്ങിയതാണ്. സാധാരണ നമ്മൾ മൈദ കുഴച്ചെടുക്കുന്ന പോലെ തന്നെ കുഴച്ചെടുക്കുക. ഞാനിപ്പോൾ ഒരു ബൗളിലേക്ക് 1 കപ്പോളം മൈദ ഇട്ടിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ അജ്വൈൻ, അതായത് അയമോദകം ഇട്ട് കൊടുത്തിട്ടുണ്ട്. നിർബന്ധമൊന്നുമില്ല, ജസ്റ്റ് ഇട്ടുന്നേ ഉള്ളൂ. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പങ്ങ് ചേർത്ത് കൊടുക്കാം. കുറച്ച് ഓയിലും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് ഇതൊന്നങ്ങ് മിക്സ് ആക്കിയിട്ട് തിരുമ്മി എടുക്കണം. നമ്മൾ പുട്ടിനൊക്കെ കൈകൊണ്ട് തിരുമ്മി എടുക്കുന്നില്ലേ, അതേപോലെ ജസ്റ്റ് ഒന്ന് തിരുമ്മി എടുത്തതിന് ശേഷം ഇതിലേക്ക് കുറച്ച് വെള്ളം ഇട്ടിട്ട് അങ്ങ് കുഴച്ചെടുക്കാം. ഒരുപാട് വെള്ളം ഒഴിക്കണ്ട, നല്ല ടൈറ്റായിട്ടുള്ളൊരു മാവായിരിക്കണം. അപ്പോൾ കുറച്ച് വെള്ളം ഇട്ടിട്ട് കുഴച്ചെടുത്താൽ മതി. അങ്ങനെ മാവ് കുഴച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇതൊരു 5-10 മിനിറ്റ് അവിടെ അങ്ങനെ നിൽക്കട്ടെ. ആ സമയത്തേക്ക് ബാക്കിയുള്ള കുറച്ച് കാര്യങ്ങളൊന്ന് റെഡിയാക്കാനുണ്ട്. അപ്പോൾ ഇതിപ്പം ബീഫ് ഒരു 5-6 വിസിൽ വന്നപ്പം ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തതാണ്. നല്ല മൂത്ത ഇറച്ചി ആയതുകൊണ്ട് കുറച്ചധികം സമയം വെക്കേണ്ടി വന്നു. മാത്രമല്ല എൻ്റെ കുക്കറിൽ പെട്ടെന്ന് വിസിൽ വരുന്നത് കൊണ്ട് 5-6 വിസിൽ കഴിഞ്ഞിട്ടാണ് ഞാൻ ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്തത്. പ്രഷർ പോയതിന് ശേഷം മൂടി തുറന്ന് നോക്കുമ്പോൾ ഇതാ നമ്മുടെ കറി ഇങ്ങനെയാണുള്ളത്. ഇതിപ്പോൾ അത്യാവശ്യം ബീഫൊന്ന് വെന്ത് വന്നിട്ടുണ്ട്. പിന്നെ കുറച്ച് വെള്ളമൊക്കെ ഉണ്ട്, അത് നമ്മൾ ഇനി പിന്നെ ഒരു മസാല തൂങ്ങിച്ചെടുക്കുമ്പോൾ അതിലേക്ക് അങ്ങ് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ അതവിടെ നിൽക്കട്ടെ, നല്ല ചൂടോടുകൂടി തൂങ്ങിച്ചെടുക്കാം. അപ്പം ഞാനിപ്പം സ്നാക്കൊന്ന് റെഡിയാക്കി എടുക്കുകയാണ്. മാവിത നന്നായിട്ട് സോഫ്റ്റാക്കി ഒന്നുകൂടെ കുഴച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഇതിപ്പം ചിക്കൻ്റെ മസാലയാണ്. സാധാരണ നമ്മൾ ഇറച്ചിപ്പത്തലിനൊക്കെ ഉണ്ടാക്കുന്ന മസാല ഉണ്ടല്ലോ, അത് കുറച്ച് ഇറച്ചി കൂടുതൽ ഇട്ട് കൊടുത്തിട്ട് ഉണ്ടാക്കിയെടുക്കാം.
ഇനിയിപ്പം ഈ ഒരു മാവ് നമ്മൾ ചെറിയ ചെറിയ ബോൾസ് ആക്കി എടുക്കണം. ഒരു ചപ്പാത്തീൻ്റെ വലിപ്പത്തിലുള്ള ബോളൊക്കെ ആക്കിയാൽ മതി. ഒരുപാട് വലിയ സൈസ് വേണമെന്നില്ല. കാരണം ഈ ഒരു സ്നാക്ക് എന്ന് പറയുന്നത് ഒരു ബൈറ്റ് നമ്മൾ ഒന്നിങ്ങനെ വായിലിട്ട് തിന്നുന്ന ആ ഒരു സൈസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ അത്രയും വലിപ്പത്തിലുള്ളത് മതിയാകും. അങ്ങനെ ഇപ്പോൾ എല്ലാം ഞാൻ ബോളാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇത് ഓരോന്നും എടുത്തിട്ട് പരത്തിയെടുക്കണം. അപ്പം പരത്താൻ സാധാരണ നമ്മൾ പരത്തുന്ന പോലെ ചപ്പാത്തിയൊക്കെ പരത്തുന്ന പോലെ തന്നെ അങ്ങനെ അങ്ങ് നീളത്തിൽ പരത്തിയെടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇതൊന്നങ്ങ് പരത്തിയെടുത്തിട്ടുണ്ട്. ഒരുപാട് നേർമയാക്കണ്ട, എന്നാൽ ഒരുപാട് തടിയും വേണ്ട. സാധാരണ ഒരു ചപ്പാത്തി പരത്തുന്ന പോലെ തന്നെ. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിനൊന്ന് സ്ക്വയറായിട്ട് കട്ട് ചെയ്തെടുക്കണം. ആ ഒരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് സ്ക്വയറായിട്ട് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിപ്പം സ്ക്വയറായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിനെയും എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ 4ആയിട്ട് കട്ട് ചെയ്തെടുക്കണം. ഇതിപ്പം ഇങ്ങനെ 4ആയിട്ട് കട്ട് ചെയ്തെടുക്കണം. ഇനി ഈ ഓരോന്നിലും വെച്ചിട്ട് നമ്മൾ മസാല ഫില്ല് ചെയ്ത് കൊടുക്കാം. അത്രയും വലിപ്പത്തിലുള്ള സ്നാക്കാണ്. ഇനിയിപ്പം വലിപ്പം വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് സൈസൊക്കെ വലുതാക്കിയിട്ട് പരത്തിയെടുത്താൽ മതി. അപ്പോൾ ഇനിയിപ്പോൾ ഒരു സ്ക്വയർ എടുത്തിട്ട് അതിലേക്ക് ചിക്കൻ്റെ മസാല വെച്ച് കൊടുക്കണം. അപ്പം ചിക്കൻ്റെ മസാല ഈ ഒരു ചെറിയ സ്ക്വയറിൽ എന്തായാലും ചെറുതേ വേണ്ടുള്ളൂ, കുറച്ചേ വേണ്ടുള്ളൂ. അത് ജസ്റ്റ് കയ്യിൽ വെച്ച് നന്നായിട്ടൊന്ന് ഉരുട്ടിയെടുക്കാം. അതായത് സ്റ്റിക്കി ആയിട്ട് കിട്ടുന്ന കണക്കിനുള്ളൊരു മസാലയായിരിക്കും ഏറ്റവും നല്ലത്. പുറത്തേക്ക് പോകാത്ത വിധത്തിലുള്ളൊരു മസാലയാണ് നല്ലത്. അങ്ങനെ ഞാനിപ്പം ചെറിയ ബോളാക്കിയിട്ട് മസാല നടുവിലായിട്ട് അങ്ങ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു കോണിൽ നിന്ന് എടുത്തിട്ട് ആ ഒരു മസാലയിലേക്ക് വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ നേരെ വരുന്ന ഓപ്പോസിറ്റ് കോണിൽ നിന്ന് എടുത്തിട്ട് അതിൻ്റെ മുകളിലായിട്ട് വെച്ചിട്ട് പ്രസ് ചെയ്ത് കൊടുക്കണം. പിന്നെ നേരെ 2 സൈഡിലത്തതും ഇതേപോലെ പ്രസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഓരോ തവണയും നമ്മളിങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് കയ്യിൽ കുറച്ച് വെള്ളം തടവിയിട്ട് ഒന്നങ്ങ് പ്രസ് ചെയ്ത് കൊടുക്കാൻ ശ്രദ്ധിക്കണം. കാരണം നമ്മളിതിപ്പം നെയ്യൊക്കെ ഇട്ടിട്ട് കുഴച്ചെടുത്ത മാവായതുകൊണ്ട് പെട്ടെന്ന് ഒട്ടിപ്പിടിച്ച് നിൽക്കൂല. അപ്പോൾ അത് സ്റ്റിക്കി ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം ഒന്ന് തടവി കൊടുക്കണം. അങ്ങനെ ഞാനിപ്പം എല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പം ചൂടായ എണ്ണയിലിട്ടിട്ട് പൊരിച്ചെടുക്കാം. അപ്പോൾ ഒരു 5-6 ഒരുമിച്ചിട്ടിട്ട് അങ്ങ് പൊരിച്ചെടുക്കാം. പൊരിക്കുമ്പോഴും ഈ പറഞ്ഞ പോലെ തന്നെ ഒരു മീഡിയം ഫ്ലെയിമിൽ തീ വെച്ചിട്ട് അങ്ങനെ അങ്ങ് എല്ലാ ഭാഗവും പൊരിച്ചെടുത്താൽ മതി. പിന്നെ ഇതിലേക്ക് എന്തായാലും അങ്ങനെ സ്റ്റിക്കി ആയിട്ട് നിൽക്കുന്നത് കൊണ്ട് ഉള്ളിലേക്ക് ഓയിൽ ഇറങ്ങുമൊന്നുമില്ല. അപ്പം അതൊക്കെ ഒന്ന് ഒട്ടിച്ചതിന് ശേഷം എണ്ണയിലേക്ക് ഇട്ട് കൊടുത്താൽ മതി. ഇനിയിപ്പം എല്ലാ ഭാഗവും നന്നായിട്ട് ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ കളറായി കഴിഞ്ഞാൽ നമുക്കിത് എണ്ണയിൽ നിന്ന് അങ്ങ് കോരി മാറ്റാം. ബാക്കിയുള്ളതും ഇതേപോലെ തന്നെ അങ്ങ് പൊരിച്ചെടുക്കാം. അങ്ങനെ ഇപ്പോൾ ഓരോന്നും എണ്ണയിൽ നിന്ന് അങ്ങ് കോരി മാറ്റുന്നുണ്ട്. അപ്പോഴേക്കും ഇതാ കറണ്ട് പോയി. ഇതാണ് ഇപ്പോൾ ഉള്ള ഇവിടുത്തെ പണി. ഇടക്കിടക്ക് ഇങ്ങനെ കറണ്ട് പോകും. പിന്നെ ഒരു കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ തന്നെ കറണ്ട് വന്നതിന് അപ്പോഴേക്കും നമ്മുടെ ബാക്കിയുള്ള പണി കുറച്ചുണ്ട്. എന്താ പറയേണ്ടത്, ഈ ബീഫ് ഒന്ന് തൂങ്ങിച്ചെടുക്കണമല്ലോ. അപ്പോൾ അതിനായിട്ട് ഞാനിപ്പം ഒരു പാത്രം അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒരു 2-3 ടേബിൾ സ്പൂണൊക്കെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് ഒരു 5-8 കുഞ്ഞുള്ളി ചെറുതായിട്ട് അരിഞ്ഞിട്ട് അങ്ങ് ഇട്ട് കൊടുക്കാം. കുഞ്ഞുള്ളിയും വെളിച്ചെണ്ണയും ആകുമ്പം അടിപൊളി ടേസ്റ്റ് ആയിരിക്കും ബീഫ് കറി. ഇനി അതല്ലെങ്കിൽ സവാള എടുത്താലും മതി. ഒരു പകുതി വലിയ സവാളൻ്റെ പകുതി അരിഞ്ഞിട്ട് ഇട്ട് കൊടുത്താൽ മതി. പിന്നെ എരിവിന് വേണ്ടിയിട്ട് നേരത്തെ ഒരുപാട് പച്ചമുളകൊന്നും ഇട്ടിട്ടില്ല. അതുകൊണ്ട് ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു 3 പച്ചമുളക് അരിഞ്ഞിട്ട് അങ്ങ് ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് കറിവേപ്പില ഇട്ടിട്ട് നന്നായിട്ട് അങ്ങ് വഴറ്റിയെടുക്കാം. ഈ ഒരു സവാള അത്യാവശ്യം ഒന്ന് കളറ് ജസ്റ്റ് മാറി വരുന്നവരെ ഒന്നങ്ങ് എണ്ണയിലിട്ട് വഴറ്റിയെടുക്കണം. ഇനിയിപ്പോൾ ഇതിലേക്ക് നമ്മൾ നേരത്തെ പൊടിച്ചു വെച്ചിട്ടുള്ള ബാക്കി മസാലപ്പൊടി ഉണ്ടല്ലോ, അത് ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുത്തിട്ട് നന്നായി മിക്സാക്കി ഒന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ എണ്ണയിലേക്ക് ആ ഒരു മസാലയൊക്കെ പിടിക്കുമ്പം നല്ല മണവും പിന്നെ ആ ഒരു കളറൊക്കെ മാറി വരും, നല്ല ടേസ്റ്റൊക്കെ ആവും. എന്നിട്ട് ഇതിലേക്ക് നമ്മുടെ ആ ഒരു ബീഫ് വേവിച്ചതും കൂടെ അങ്ങ് ഇട്ട് കൊടുത്തിട്ട് എല്ലാം കൂടെ നന്നായി മിക്സാക്കി എടുക്കാം. എല്ലാം ഒന്ന് പിടിച്ച് വരാനായിട്ട് ഒന്ന് അടച്ച് വെക്കാം. ഒരു 2-3 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ചതിന് ശേഷം നമുക്ക് വീണ്ടും മൂടി തുറന്ന് നോക്കാം. നമ്മുടെ കറി ഇത് നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. നെയ്യൊക്കെ അത്യാവശ്യം ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തെളിഞ്ഞ് കാണുന്നുണ്ട്. ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും പുതിനയിലയും കറിവേപ്പിലയും അരിഞ്ഞിട്ട് അങ്ങ് വിതറി കൊടുക്കാം. നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒന്ന് തിളച്ച് വന്നു കഴിഞ്ഞാൽ നമ്മുടെ കറി റെഡിയായി. ഫ്ലെയിം ഓഫ് ചെയ്യാം. അടച്ച് വെച്ചിട്ട് ഞാനിപ്പോൾ ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യുന്നുണ്ട്. അങ്ങനെ പിന്നെ ഇതാ ഇന്നത്തെ എല്ലാം റെഡി ആയിട്ടുണ്ട്. സ്നാക്സ് റെഡി ആയിട്ടുണ്ട്. ഒറോട്ടിയും ബീഫ് കറിയും അതും അവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ ഉമ്മ ഇപ്പോൾ ഒന്ന് മുട്ട മസാലയിൽ ഫ്രൈ ചെയ്തെടുത്തതാണ് ഇത്.
അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ടുള്ള സ്നാക്കാണ്. പിന്നെ ഏറ്റവും എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാനും പറ്റും. അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇനിയിപ്പം ഡ്രിങ്ക്സിൻ്റെ കാര്യത്തിലേക്കാണ് പോകുന്നത്. ഡ്രിങ്ക്സ് ആയിട്ട് ഞാനിപ്പം മുന്തിരി ഇവിടെ ഉണ്ട്. മുന്തിരി ഞാൻ ഇതിന് മുമ്പ് ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് വേവിച്ചെടുക്കുന്നത്. നന്നായി കഴുകിയെടുത്ത മുന്തിരി കുറച്ച് വെള്ളവും പഞ്ചസാരയും ഇട്ടിട്ട് വേവിച്ചെടുക്കണം. ആ ഒരു തൊലിയൊക്കെ അടർന്നിങ്ങ് വരുന്ന കണക്കിനുള്ളത് അത്രയും വേവിച്ചെടുക്കണം. അപ്പോൾ അതിൻ്റെ കളറും ജ്യൂസും ഒക്കെ പുറത്തേക്ക് വരും. പിന്നെ അത് ജ്യൂസ് അടിച്ചെടുത്താൽ അടിപൊളിയായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള മുന്തിരി ജ്യൂസ് അവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഇപ്പം ഞാനൊരു ജാറിലേക്ക് കുറച്ച് നാരങ്ങ നീര് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒരു നാരങ്ങ നന്നായിട്ട് അങ്ങ് പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ഞാനിപ്പം മുന്തിരീൻ്റെ ജ്യൂസും കൂടെ അങ്ങ് ഇട്ട് കൊടുക്കുന്നുണ്ട്. മുന്തിരി ഞാനിപ്പം മിക്സിയിൽ അടിച്ചെടുത്തതല്ല, ആ കണ്ട ജ്യൂസ് തന്നെ, ആ വെള്ളം തന്നെയാണ് ഞാനിപ്പോൾ എടുത്തത്. വേണമെന്നുണ്ടെങ്കിൽ മാത്രം നമുക്ക് ജ്യൂസ് അടിച്ചെടുക്കാം. അപ്പം ഞാനിപ്പം ആ ഒരു സത്ത് മാത്രമേ എടുത്തിട്ടുള്ളൂ. നന്നായി ഒന്നങ്ങ് മിക്സാക്കി എടുക്കാം. ഇത് ഓൾറെഡി പഞ്ചസാര ഇട്ട് വേവിച്ച മുന്തിരി ആയതുകൊണ്ട് ഞാൻ വേറെ തന്നെ പഞ്ചസാര ഇടുന്നില്ല. വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് പഞ്ചസാര മധുരത്തിന് ഇട്ട് കൊടുക്കാം. പിന്നെ ഞാനിപ്പോൾ ഇതിലേക്ക് കുറച്ച് ഐസ് ക്യൂബ്സും അങ്ങ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എല്ലാം കൂടെ ഇട്ട് നന്നായി മിക്സാക്കി എടുത്തിട്ട് ഇനി ഇതിലേക്ക് സോഡയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. പ്ലെയിൻ സോഡ ഞാനിപ്പോൾ ഇവിടെ ഉണ്ടാക്കിയ സോഡയാണ്. അപ്പം അതാണ് ഇനി ഒഴിച്ചു കൊടുക്കേണ്ടത്. അപ്പോൾ അത് നമുക്കൊരു ഗ്ലാസ്സിലായിട്ട് സെർവ് ചെയ്യാം. അപ്പോൾ ഒരു ഗ്ലാസ്സിലേക്ക് ഞാനിപ്പം ഹാഫ് പോർഷൻ ഈ ഒരു മുന്തിരീൻ്റെ ജ്യൂസും അതുപോലെ തന്നെ ബാക്കിയുള്ളത് പ്ലെയിൻ സോഡയും കൂടെയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനിയിപ്പോൾ ഇതൊന്ന് നന്നായി മിക്സാക്കിയിട്ട് നമുക്കിത് ആ ഗ്യാസ് പോകുന്നതിന് മുമ്പേ തന്നെ അങ്ങ് കുടിക്കാം. അപ്പോൾ ശരിക്കും ബാങ്ക് കൊടുക്കാൻ ഇനിയും ഒരു 5-10 മിനിറ്റ് ഉണ്ട്. അപ്പോൾ ഞാനിതൊരു ഗ്ലാസ്സിൽ മാത്രം അതുകൊണ്ട് സെർവ് ചെയ്ത് കാണിച്ചത്. ബാക്കിയുള്ളത് അവിടെ ഉണ്ട്. അതിന് ലാസ്റ്റ് ഒരുമിച്ചിട്ട് ബാങ്ക് കൊടുത്ത് കഴിഞ്ഞാൽ മിക്സ് ആക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ തന്നെ കുടിക്കണമല്ലോ, സോഡയല്ല, ഗ്യാസ് പോകുന്നതിന് മുമ്പേ കുടിക്കണമല്ലോ. അങ്ങനെ എല്ലാം റെഡി ആയിട്ടുണ്ട്. നോമ്പ് തുറയൊക്കെ കഴിഞ്ഞു. നമ്മുടെ സ്നാക്കാണെങ്കിൽ അടിപൊളിയായിട്ടുണ്ട്. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കുക കേട്ടോ. നിങ്ങൾ എന്തായാലും അതൊന്ന് വീട്ടിൽ ഉണ്ടാക്കി നോക്ക്. നല്ലൊരു സ്റ്റിക്കി ആയിട്ടുള്ള മസാലയും പിന്നെ പുറമേയുള്ള ആ ഒരു മാവെന്ന് പറയുന്നത് നല്ല ക്രിസ്പി ആയിട്ടുള്ളതും എല്ലാം കൂടി ആയപ്പം അടിപൊളിയായി. അങ്ങനെ പിന്നെ നോമ്പ് തുറയൊക്കെ കഴിഞ്ഞ് ഓത്തും നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നാസ്തൻ്റെ സമയത്താണ് കിച്ചണിൽ വന്നത്. അപ്പോഴേക്കും നമ്മുടെ ഒറോട്ടിയും ബീഫ് കറിയും നോക്കിയിരിക്കുകയാണ്, തിന്നുന്നില്ലേ എന്നുള്ളത് ചോദിച്ചിട്ട്. അപ്പോൾ ഇനി ഒറോട്ടിയും ബീഫ് കറിയും സെർവ് ചെയ്യാം. അപ്പം ഞാനിപ്പോൾ ഒരു പ്ലേറ്റിലേക്ക് ഒറോട്ടിയും ബീഫ് കറിയും ഇടുന്നുണ്ട്. പിന്നെ ഈ ഒരു ഒറോട്ടി എന്ന് പറയുന്നത് നല്ല അടിപൊളിയാണ്. ഉണ്ടാക്കാത്ത ആൾക്കാർ എന്തായാലും ഈ ഒരു രീതിയിലൊന്ന് ഉണ്ടാക്കി നോക്ക്. ബീഫ് കറിയും അടിപൊളിയാണ്. വറുത്തരച്ചതിൻ്റെ ആ ഒരു ടേസ്റ്റ് എന്തായാലും ഉണ്ട്. അപ്പം ഇന്നത്തെ നോമ്പ് തുറ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. കൂടുതൽ റെസിപ്പീസും വീഡിയോസും ഒക്കെയാണ് ഞാൻ വിചാരിക്കുന്നത് ഇടണം എന്ന്. പക്ഷേ നിങ്ങളെ സപ്പോർട്ട് വേണം. കൂടുതൽ സപ്പോർട്ട് ഉണ്ടെങ്കിലേ എനിക്ക് പുതിയ വീഡിയോസൊക്കെ ഇടാനും പറ്റുള്ളൂ. അപ്പം എല്ലാവരും വീഡിയോ കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യണം. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. പിന്നെ അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോസ് കാണണേ. അടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ എപ്പോൾ വീഡിയോ ഇട്ടാലും അപ്പോഴൊക്കെ നിങ്ങൾക്ക് ആ ഒരു നോട്ടിഫിക്കേഷനും കിട്ടും. അപ്പം പുതിയ റെസിപ്പീസും ടിപ്സും വ്ളോഗ്സും ഒക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ കീപ്പ് വാച്ചിങ് മൈമൂൺസ് കിച്ചൺ. ടേക്ക് കെയർ ആൻഡ് ബൈ. താങ്ക് യു. ടാറ്റ ബൈ ബൈ.